ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മിനി പാൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിള്ളേർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലേ, നമ്മുടെ സോഡാപ്പൊടിയൊക്കെ ആ മൈദയിൽ ഫുൾ എല്ലായിടത്തും ഒന്ന് ആവണം. അല്ലെങ്കിൽ നിങ്ങളിത് അരിപ്പേ കൂടെ അരിച്ചെടുത്താലും മതി. സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇപ്പം നമ്മൾ ചേർക്കുന്നത് ഷുഗറാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്തിട്ടുണ്ട്. അതുപോലെ പാൻ കേക്കിനില്ലേ, നമുക്ക് ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അത് ഹണിയുടെ കൂടോ അല്ലെങ്കിൽ ന്യൂട്രലയുടെ കൂടെ ഒക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ പാൻ കേക്കിൽ ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് റെഡിയാക്കേണ്ടത് ബട്ടർ മിൽക്കാണ്. അതിനായിട്ട് ഞാനിവിടെ 250 ml പാല് തിളപ്പിച്ചിട്ട് ഇപ്പോൾ ചെറു ചൂടിലാണ് ഇതിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നാരങ്ങ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ തൈരിൽ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അതും നമുക്ക് ബട്ടർ മിൽക്കായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ 1 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ ഇതുപോലെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബട്ടർ മിൽക്കില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറാണ്. ബട്ടർ തന്നെ ചേർക്കാൻ ശ്രമിക്കണം. നമ്മൾ നെയ്യ് ചേർക്കല്ലേ. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറും. അതുകൊണ്ട് നമ്മളിതുപോലെ ഉരുക്കിയിട്ടുള്ള ബട്ടർ ചേർക്കുക. ഇനി നമ്മൾ പിന്നെ ചേർക്കുന്നത് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, നമ്മുടെ മൈദയും അതുപോലെ തന്നെ നമ്മൾ ഷുഗറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച പൗഡറില്ലേ, അതാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ലതായിട്ട് കട്ടയില്ലാതെ നമ്മൾ വിസ്ക് വെച്ച് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഇത് നമ്മൾ ദോശയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു പരുവത്തിലാണ് നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ഇപ്പം ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊരു സോസിൻ്റെയൊക്കെ ബോട്ടിലില്ലേ, ഇതുപോലത്തെ നോബുള്ള ബോട്ടിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സിപ്പ് ലോക്ക് കവറില്ലേ, അതിലാണെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടിവശത്ത് നമ്മൾ ഇതുപോലെ ഒരു ചെറുതായിട്ട് സിസറും കൊണ്ട് കട്ട് ചെയ്താലും മതി. ഇപ്പം ഞാൻ ആ ഫുള്ള് നമ്മുടെ മാവില്ലേ അത് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിൽ ഞാനിപ്പോൾ തേച്ച് കൊടുക്കുന്നത് ബട്ടറാണ്. ബട്ടർ തേച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ബട്ടർ തേച്ച് കൊടുത്തത്. നമുക്കിനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല രസമല്ലേ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട്. ചെറിയ മിനി പാൻ കേക്കാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇത് ഒഴിച്ചു വരുമ്പോൾ നമ്മൾ മറ്റേ സൈഡ് എത്തുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഒഴിച്ചതില്ലേ, അത് വെന്തിട്ടുണ്ട്. അതിലെല്ലാം നല്ല ഹോൾസും വന്നിട്ടുണ്ട്. നമുക്കിനി അത് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ഇതുപോലെ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കവറും ഇല്ല, ഈ പ്ലാസ്റ്റിക് ബോട്ടിലും ഇല്ല, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പൂണില്ല, നമ്മുടെ ടേബിൾ സ്പൂണിലെടുത്തിട്ട് ബാറ്റർ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവർക്ക് ടിഫിനിൽ കൊടുത്തു വിടാവുന്നതാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. ഹണിയോ അല്ലെങ്കിൽ നമ്മുടെ ഹർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പില്ലേ, അതാണെങ്കിലും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഞാൻ നോർമലി ഇവിടെ
നമ്മുടെ ഹണി ഉപയോഗിച്ചാണ് ഇത് കഴിക്കുന്നത്. എനിക്ക് ഹണി ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് ചോക്ലേറ്റിനെക്കാട്ടിലും. നല്ല രസമല്ലേ ഇങ്ങനെ കുപ്പി കൂടി ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയതായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ചെറിയ ഹോൾസ് വരുന്നത്. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പിള്ളേരുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ അവർ ഫിനിഷ് ആക്കും കേട്ടോ, ഒട്ടും വേസ്റ്റ് ആക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാനിൽ തേക്കുന്ന ബട്ടർ അവോയ്ഡ് ചെയ്യാവുന്നതാണ്, ബട്ടറിൻ്റെ ടേസ്റ്റ് ഒത്തിരി താല്പര്യമില്ലാത്തവർക്ക്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.